ആലോചിച്ച് നോക്കി. നമ്മൾ തൊഴിലെടുക്കാനും ജീവിക്കാനും വേണ്ടി, അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി, അതിനാണ് നമ്മൾ അമേരിക്കയിൽ പോകുന്നത്. അവിടെ ചെന്ന് ജോലിയെടുത്താണ് അവർ ജീവിക്കുന്നത്. അധ്വാനിച്ച് കഴിയുന്നവരാണ് ഇന്ത്യക്കാർ. ഇന്ത്യയിലെ പുരുഷന്മാരും സ്ത്രീകളും. അവരവിടെ ചെല്ലുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അമേരിക്കൻ തീരങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടാനാണെന്ന്, അങ്ങനെ പൗരത്വം നേടിയെടുക്കാനാണെന്ന്, അങ്ങനെ കുടുംബത്തെ മുഴുവൻ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, നരകക്കുഴിയിൽ നിന്ന് കൊണ്ടുവരാനാണെന്ന്. എന്തോ ഒരു അതിക്രമമാണ് ഈ സാവേ എന്ന് പറയുന്ന വിദ്വാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞത് പോകട്ടെ, അയാൾക്ക് എന്ത് വേണേൽ പറയാം. അയാൾ ട്രംപിൻ്റെ ഒരു അന്തംസാണ്, ഒരു വലതുപക്ഷക്കാരനാണ്, ട്രംപിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന ഒരാളാണ്. അയാൾ ഈ അമേരിക്കയിലെ ഈ പൗരത്വ നിയമത്തെ എതിർക്കുന്ന ഒരാളാണ്. ഒരു കുഞ്ഞ് അവിടെ ജനിച്ചു വീണാൽ ഉടനെ തന്നെ ആ കുഞ്ഞിന് അമേരിക്കയുടെ പൗരത്വം കിട്ടുന്നൊരു സമ്പ്രദായം അത് അമേരിക്കയിലുണ്ട്. ട്രംപ് ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്, അങ്ങനെ ജനിച്ചാലുടനെ പൗരത്വം കിട്ടുന്ന ഒരേ ഒരു രാജ്യം അമേരിക്കയുള്ളെന്നാണ്. നുണയാണ്, പച്ച നുണയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് ട്രംപ് ഒരു ടെലിവിഷൻ അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. ഏതാണ്ട് 1/4 ഡസൻ രാജ്യങ്ങളിൽ ഈ ഒരു സംവിധാനമുണ്ട്. അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കാനഡ, അതുപോലെ മെക്സിക്കോ, അതുപോലെ പല ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ സമ്പ്രദായമുണ്ട്. ട്രംപ് പറഞ്ഞ നുണയാ. എന്താണ് അത്? ഈ ഒരു സമ്പ്രദായം, ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പൗരത്വം കിട്ടുന്ന ഈ സമ്പ്രദായത്തെ എതിർക്കുന്ന ഒരു വിദ്വാനാണ്, ഒരു വഷളനാണ്, ഒരു സാവേജാണ് ഈ മൈക്കിൾ സാവേ എന്ന് പറയുന്ന ആൾ.